ലേശം വേറിട്ട ഒരു വിഷയമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പരസ്യമായി എൻ്റെ ഈ വാക്കുകളെ തള്ളി പറയാനിടയുണ്ട്. മറിച്ച് രഹസ്യമായി നിങ്ങളിൽ ഭൂരിപക്ഷം പേരും അമിത ആഹ്ലാദം പ്രകടിപ്പിക്കും. സംശയമൊന്നും വേണ്ട, കാര്യത്തിലേക്ക് നേരിട്ട് വരാം. കേരള സർക്കാർ ബാറുകളുടെ പ്രവർത്തന സമയം പുനഃപരിശോധിച്ച് ഉത്തരവിറക്കി. അതായത് 11 മുതൽ 11 വരെ, രാവിലെ 11 തുടങ്ങി രാത്രി 11 മണിക്ക് ഷട്ടർ താഴ്ത്തിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇനി മുതൽ രാവിലെ 10 മുതൽ 12 മണി വരെ. ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം, ഒരു ജനകീയ സർക്കാർ സമൂഹ നന്മ ലക്ഷ്യമിട്ടിട്ടാണോ പ്രവർത്തിക്കേണ്ടത്, അതോ സാമ്പത്തിക നന്മ ലക്ഷ്യമിട്ടിട്ടാണോ പ്രവർത്തിക്കേണ്ടത്? പരസ്യമായി ചോദിച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു മറുപടി പറയും, സമൂഹ നന്മ. പക്ഷേ ഒരു വിനോദസഞ്ചാരത്തിൻ്റെ പേരിൽ, സാമ്പത്തിക നേട്ടത്തിൻ്റെ പേരിൽ പ്രബുദ്ധ കേരളത്തിൽ ഒരു ജനകീയ സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. വാർത്തകൾ ശരിയെങ്കിൽ ഘട്ടം ഘട്ടമായി ബാറുകളുടെ പ്രവർത്തനം കുറച്ചു കൊണ്ടുവന്നിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിന്ന് ഒന്നാം പിണറായി സർക്കാർ ഭരണത്തിലേക്ക് വരുമ്പോൾ 29 ബാറുകളാണ് നിലവിലുണ്ടായിരുന്നത്. ആ 29 ബാറിൽ നിന്നും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേടാൻ പോകുന്ന ഈ കാലയളവിൽ അത് 131 ഉയർത്തി. എങ്ങനെയുണ്ട്? ഈ ഒന്നാം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ചില പരസ്യങ്ങൾ, മരണപ്പെട്ടു പോയ ചില സിനിമാ നടന്മാരെ വെച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പറഞ്ഞു. കുറച്ചില്ല എന്ന് മാത്രമല്ല, അത് സമൂഹ നന്മ ലാക്കാക്കി ഇപ്പോൾ 131 ഉയർത്തി എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ മദ്യപാനികൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഇവർ സർക്കാർ സേവകരാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ സർക്കാർ സേവനമില്ലെങ്കിൽ ഇപ്പൊ 2 മണിക്കൂർ കൂട്ടിയിരിക്കുക. ഈ 2 മണിക്കൂർ കൂട്ടിയിരിക്കുന്ന ഇതേ കാലയളവിൽ സർക്കാർ വേറൊരു സമൂഹ നന്മയും കൂടി ലക്ഷ്യമിടുന്നുണ്ട്. അതും വാർത്തകളിൽ നിറയുന്നുണ്ട്. എന്താണത്? സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം 5 ആക്കി കുറയ്ക്കുകയാണ്. 2 ദിവസം അവർക്ക് വീട്ടിയിരിക്കാം. അതുകൊണ്ട് ഒരു ലാഭമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാനോ നിങ്ങളോ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ശനിയാഴ്ച തിരഞ്ഞെടുത്തിട്ട് സർക്കാർ ഓഫീസിലേക്ക് പോകാമെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു പേപ്പർ, ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോകാം, അല്ലെങ്കിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് പോകാം, ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് ചെല്ലാമെന്ന് വെച്ചാൽ അന്നത് അടഞ്ഞു കിടക്കും. അതിൽ നിന്നൊരു ഗുണം സർക്കാരിന് സാമ്പത്തികം നേട്ടം ഉണ്ട് എന്നാണ് സർക്കാർ വാദിക്കുന്നത്. മാത്രമല്ല, 2 ദിവസം വീട്ടിൽ നിൽക്കുക വഴി സർക്കാർ ജീവനക്കാരെ ഒന്ന് സോപ്പിടുകയും ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ ഈ സാമ്പത്തികം കൊടുക്കാതെ അവരിച്ചിരി ബുദ്ധിമുട്ടിലുമാണ്. കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരും, ഒക്കെ വന്നില്ല. ആ സാഹചര്യത്തിലാണ് അവിടെ 2 ദിവസമാണ് സർക്കാർ ജീവനക്കാരെ വീട്ടിലിരുത്താം എന്ന് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ 2 മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. സ്വബോധത്തിലുള്ള കേരളീയർ കാര്യം മനസ്സിലാക്കി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും കുടിപ്പിച്ച് കിടത്താനുള്ള ഒരു ശ്രമം. പക്ഷെ നമുക്ക് ഇനി ആനന്ദിച്ച് കുടിക്കാം. ഇവിടെ ഒരു ചില ദിവസങ്ങളിൽ ഒരു 5 ലക്ഷം രൂപയോ 50,000, എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല, അത് എമ്മോട് ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരും. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില പ്രത്യേക ദിവസങ്ങളിൽ 3 മണി വരെ മദ്യപിക്കാം. കാശുള്ളവന് കൃത്യമായും അതിനുള്ള പെർമിഷൻ ബാറുകൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നേരത്തെയൊക്കെ ഡ്രൈ ഡേകളിൽ ഒരുപക്ഷെ മദ്യം വിളമ്പേണ്ടി വന്നാൽ ടൂറിസത്തിന്റെ പേരിൽ, എല്ലാം ടൂറിസത്തിന്റെ പേരിലാണ് നടക്കുന്നത്. അത് പൈസ മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം, സാമ്പത്തിക നേട്ടമല്ലാതെ മറ്റൊരു സമൂഹ നന്മ ഇപ്പോൾ അവർ ലക്ഷ്യമിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യമിട്ടിട്ടാണ് വാസ്തവത്തിൽ സർക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ പറയുന്നത്. ചില ഹോട്ടൽ ആൻഡ് ബാർ അസോസിയേഷൻ 25 കൊടുത്ത ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതും ടൂറിസത്തിന്റെ പേരിലാണ്. ആ ടൂറിസത്തിന്റെ പേരിൽ കൊടുത്ത റിക്വസ്റ്റ് ആണ് വൈകിയ വേളയിൽ ഇപ്പോൾ അംഗീകരിച്ചിട്ട് അവർ ഇറങ്ങിപ്പോകാൻ പറ്റും. അപ്പൊ എത്ര കനിവാണെന്ന് ആലോചിച്ചു നമ്മുടെ സർക്കാർ നമ്മളോടുള്ള. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു മദ്യം വാങ്ങിക്കാൻ പോയി നിൽക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഈ ഇടയ്ക്ക് സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഇതിന് ഒരു സർക്കാർ ചെലവിൽ സർക്കാർ മദ്യത്തിന് ഒരു പേരിടിയിൽ കർമ്മം നടത്താനുള്ള ഒരു സാഹചര്യം പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനെ കോടതി വിലക്കി. നമ്മുടെ സർക്കാർ ഇപ്പോൾ എന്തിനും കോടതി ഇടപെടുകയാണ്.
വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കോടതി എന്നാണ് സർക്കാർ ഭാഷ്യം. അതായത് ഇപ്പോൾ ശബരിമല, അത് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിലാണ് സ്വർണ്ണപ്പാളി സംഭവം പറഞ്ഞിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ഇന്നലെ ഒരു ജനങ്ങളുടെ വീടുകളിലെത്തി ഒരു സർവേ നടത്താനുള്ള നവകേരള സർവേ എന്നുള്ള പേരിൽ ഓമന പേരിൽ നടത്താനിരുന്ന സർവേ അതും കോടതി ഇടപെട്ട് തടഞ്ഞു. ഇവിടെ കോടതി ഇടപെട്ടില്ല. ജനങ്ങളുടെ ലക്ഷ്യം നന്മ മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇതിന് മറ്റൊരു സാമ്പത്തിക വശം കൂടി സർക്കാർ എന്തിനും കുഴിഞ്ഞാൽ കാൽപ്പണം എന്ന തരത്തിലാണ് ഇത്. അതായത് 2 മണിക്കൂർ കൂടുതൽ നിങ്ങൾക്ക് ബാർ പ്രവർത്തിപ്പിക്കാൻ സമയം വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പൈസ തരും. ഇപ്പൊ നേരത്തെയുള്ള വാദങ്ങളവിടെ പോയി വെള്ളത്തിലായി. ഇനി മറ്റു പറഞ്ഞുതരാം. സർക്കാരിന്റെ നമ്മൾ ദുരുദ്ദേശപരമായി കാണേണ്ടതില്ല. ഇത് വളരെ ഇപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മദ്യമാണ് വിഷയം. പരസ്യമായി സമ്മതിച്ച് ആരും പോയി കുടിക്കുന്നവരാരുമില്ല. പക്ഷെ ഇത്തിരി വലിയ വരുമാനം എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ലല്ല, ഭൂരിപക്ഷം പേരും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇതിലൊരു ബൈ പ്രോഡക്ട്സ് ഉണ്ട് ഇതിൻ്റെ. കാരണം പറയുന്നത്, നിങ്ങൾ 12 മണി വരെ കഴിയുന്നു, അല്ലെങ്കിൽ 3 മണി വരെ ബാർ വിളമ്പാൻ സംവിധാനമുള്ള ബാറിലിരുന്ന് കഴിക്കുന്നു, അർദ്ധരാത്രി വരെ കഴിക്കുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ കഴിച്ച് വെളിയിറങ്ങുമ്പോഴായിരിക്കും പോലീസ് നിങ്ങളെ കാക്കുന്നത്. പെറ്റിയടിക്കും. പെറ്റി എന്നാണ് പേരെങ്കിലും ചില്ലറ പെറ്റി ആയിരിക്കില്ലത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ മറ്റൊരു ഊബറോ മറ്റെന്തെങ്കിലും വിളിച്ചോ ടാക്സിയോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് നിങ്ങൾ വീട്ടിൽ പോകാൻ നിർബന്ധിതരാവും. ഓട്ടോക്കാരൻ്റെ ജീവിതം പച്ച പിടിക്കില്ലേ? പിടിക്കും. ഇനി പെറ്റി അടിച്ചാൽ പൈസ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകില്ലേ? ഇനി ഞാൻ വിചാരിക്കും ഇതിന് ഒരു പൈസയും കൊടുക്കില്ല, ഞാൻ വണ്ടി ഓടിച്ചേ പോകൂ എന്ന് ഞാൻ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇടിച്ച് ചത്ത് മലക്കും. ഇല്ലെങ്കിൽ ഞാൻ അപകടത്തിൽപ്പെട്ട് കിടക്കും. ആശുപത്രികൾ തുറന്നിരിക്കും, നൈറ്റ് ഷിഫ്റ്റുകളുടെ എണ്ണം കൂടും, ആശുപത്രികളുടെ വരുമാനം കൂടും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു സാമ്പത്തിക നന്മ മാത്രം ലക്ഷ്യമിട്ടിട്ട് സാമ്പത്തിക നേട്ടം മാത്രം, അത് സർക്കാർ മാത്രമല്ല, സർക്കാരിനെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റൊരുപാട് സംവിധാനങ്ങളുണ്ട്. എല്ലാ പേർക്കും സാമ്പത്തികമായി ഉറപ്പ് നൽകുന്ന ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ ഈ ബാർ. അതുകൊണ്ട് നെറ്റി ചുളിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ പറഞ്ഞാൽ നെറ്റി ചുളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് സമൂഹ നന്മയാണ്. നിങ്ങളതിനെ സാമ്പത്തിക നന്മ എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തിക നന്മയാണ് നമുക്കിതിന് പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ കൂടി കാണാൻ കഴിയുന്നതെങ്കിലും ഇതിൻ്റെ പുറകിലൊരു സാമൂഹ്യ നന്മ ഒരുപക്ഷെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും കാണാൻ കൂടിയന്മാർ തീരുമാനിച്ചാൽ മാത്രം തിരുത്താവുന്ന ഒരു സർക്കാരാണിത്. ഏത് സർക്കാരിനെയും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കേരളത്തിലെ നാട്ടിലെ എല്ലാ മദ്യപന്മാരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു തുള്ളി മദ്യം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കില്ല എന്ന ഒരു തീരുമാനമെടുത്താൽ അവർക്ക് ക്യൂ നിൽക്കാനുള്ള വലിയ സംവിധാനങ്ങൾ പോലും നാട്ടുകൊടുക്കും. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ഈ പേരിടൽ കർമ്മം, അതാണ് പറഞ്ഞത്, പേരിൽ കർമ്മം സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന മദ്യത്തിന്റെ പേരിടൽ കർമ്മം അതും കോടതി ഇടപെട്ട് തടഞ്ഞു എന്നുള്ളതാണ്. അതിനും എന്തൊരു തള്ളായിരുന്നു അറിയുമോ പേരിടൽ കർമ്മം. സാധാരണഗതിയിൽ പേരിടൽ കർമ്മത്തിൽ നമ്മുടെ കുട്ടികളുടെ മക്കളുടെ പേരിടുന്നത് സ്വന്തം മാതാപിതാക്കളായിരിക്കും. അതിന് അവകാശം അവർക്കാണ്. അതേപോലെ തന്നെ പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഈ പേരിടൽ അവകാശം കേരളത്തിലെ മദ്യപന്മാർക്ക് ആദ്യമായി നൽകിയ ഒരു ജനകീയ സർക്കാരാണ് നമ്മുടെ സർക്കാർ. അതും കോടതി പകുതി വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നാട്ടിൽ സാമ്പത്തികമല്ലാതെ മറ്റൊരു തരത്തിലുള്ള ലക്ഷ്യങ്ങളും ഇല്ല എന്ന് ചുരുക്കം. ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ സമയമാറ്റം. മുന്നണിയിൽ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. മുന്നണി പലതും അറിയാറില്ല. ഇതിലും വലിയ ഗൗരവമുള്ള വിഷയം PMC ശ്രീയിൽ ഒപ്പിട്ടപ്പോൾ പോലും മുന്നണി ആരും അറിഞ്ഞില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, CPM-കാരും കുടിക്കില്ല എന്ന് പാർട്ടി സെക്രട്ടറി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയിൽ കുടിക്കുന്ന ആൾക്കാരില്ല എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, അവരും കൂടി കുടിച്ചിരുന്നെങ്കിലുള്ള പൈസ, അത് നമുക്കൊരു സത്യസന്ധമായ വിവരമാണ്. സെക്രട്ടറി നാക്കെടുത്ത് എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരൊറ്റ സത്യം മാത്രമേ ഉള്ളൂ, കേരളത്തിലെ ഒരു CPM-കാരനും കുടിക്കാറില്ല. പക്ഷെ CPI-കാർ അങ്ങനെയല്ല. CPI-കാർ അല്പം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോടുള്ള സമീപനം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് CPI-യും ഫാസിസ്റ്റ് സ്വഭാവം മാത്രമേ ഉള്ളൂ എന്ന് CPM-നും അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ട് ഇതിനകത്ത് വാസ്തവത്തിൽ. CPI-കാർ CPI-യുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞത്, വേണമെങ്കിൽ മദ്യപിക്കാം, അത് വീട്ടിലിരുന്നാകാം. ഞങ്ങളുടെ പാർട്ടിയിൽ ചില ആൾക്കാരൊക്കെ മദ്യപിക്കുന്നുണ്ട്, അവർ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നവർ മാത്രമാണ് എന്നാണ് CPI-കാർ പറഞ്ഞത്. ഇങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ വലിയ വൈരുദ്ധ്യങ്ങൾ ഭരണ സംവിധാനങ്ങൾക്കിടയിൽ ആ ഘടകകക്ഷികൾക്കിടയിൽ പോലും ഉള്ളപ്പോൾ പോലും അവർ ഒരു കാര്യത്തിൽ ഈ മന്ത്രിസഭ യോഗ തീരുമാനമൊന്നും അല്ല എന്നാണ് ഇത് അറിയാൻ കഴിയുന്നത്. അങ്ങനെ യോഗ തീരുമാനം അല്ലെങ്കിൽ കൂടിയും ഒരു എതിർപ്പും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ എതിർപ്പ് വരാത്ത പ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പുകൾക്ക് വിധേയമാകാത്ത ഒരു കാര്യം മാത്രമേ നാട്ടിൽ നടന്നിട്ടുള്ളൂ. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം മാത്രം ഒരുമിച്ച് കൈയടിച്ച് പാസ്സാക്കും എന്നതുപോലെ തന്നെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യവും, ഇത് ബാറുകളാണ്.
ഒരുമിച്ച് ചിലപ്പോൾ പരസ്യമായി കൈയടിച്ചില്ല എന്ന് വരും. പക്ഷേ രഹസ്യമായി എല്ലാവരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്വസ്ഥം കഴിഞ്ഞ് ഒരു 10-12 മണിക്ക് സ്വസ്ഥമായിട്ട് ഇടത്ത് കയറിയാൽ നമുക്ക് അതിനുള്ള സൗകര്യം കിട്ടുമെങ്കിൽ ആ സൗകര്യം സർക്കാർ ഒരുക്കി തന്നു. പരസ്യമായി ഒരു വിഷയം അവർ തള്ളി പറഞ്ഞു എന്ന് വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്യമായി തള്ളി പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും രഹസ്യമായി നമ്മുടെ ആൾക്കാർക്ക് ആനന്ദിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എന്തിനീ വയ്യാവേലി, നിങ്ങൾ ടൂറിസത്തിന്റെ പേരിലെന്ന് പറയണ്ട, ഇതങ്ങ് തുറന്നു കൊടുക്ക്. എന്നിട്ട് നമ്മുടെ നയം ഇതാണെന്ന് പറയേ. അല്ലാതെ ഒരു ഭാഗത്തുകൂടി നിങ്ങൾ ഘട്ടം ഘട്ടമായി ഇത് കുറയ്ക്കുമെന്ന് പറയുന്നു, സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നു. സത്യവിരുദ്ധമായ പ്രസ്താവന നടന്നിട്ട് ആൾക്കാരെ മദ്യത്തിലേക്ക് മെല്ലെ 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 ആനയിക്കുന്നു. അതിന്റെ ദൂഷ്യവശങ്ങൾ ഇതിലെ പടർന്നു പിടിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ആദ്യം പറഞ്ഞതെന്ന് വ്യത്യസ്തപ്പെടുത്തിയിട്ട് നേരത്തെ പറഞ്ഞ 29, 131 കണക്ക് വാർത്തകളിൽ നിറയുന്നത് പോലെ തന്നെ അത് ശരിയെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇവിടെയാണ് നിലപാട് മാറ്റം എന്ന് പറയുന്നത്. ഈ എന്തിനും സാമ്പത്തിക വശം മാത്രം നോക്കി നിൽക്കുന്ന ഒരു സർക്കാർ. അവിടെ ഇപ്പോൾ റോഡുകളുടെ നിർമ്മാണമായാലും ശരി, എന്തിൻ്റെ കാര്യം, ഒന്നോ രണ്ടോ ഇപ്പൊ ലോട്ടറി അല്ലെങ്കിൽ മദ്യം, ഈ രണ്ട് കാര്യങ്ങളും വാസ്തവത്തിൽ നമ്മുടെ ആൾക്കാർ അനുദിനം കേരളീയർ ഇതിന് എങ്ങനെ മദ്യപിക്കണമെന്ന് അറിയാത്ത കേരളീയർ ഒരു ഭാഗത്ത്. കാരണം ആവശ്യം പോലെ ഇത് ദൗർലഭ്യമുണ്ടെങ്കിൽ, കോവിഡ് സമയത്ത് നമുക്ക് ദൗർലഭ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ എത്ര പേരാ മദ്യപിച്ചത്, എങ്ങനെ മദ്യപിച്ചു? വളരെ ഒരു ലേശം സാധനം, ഞാൻ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്, ഒരു ലേശം സാധനം കിട്ടി അതിന് കുറച്ചായിട്ട് ഉപയോഗിച്ച് തീർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് മിതമായി ഉപയോഗിക്കാൻ അവർക്ക് അറിയാം. പക്ഷെ അതിൻ്റെ ദൗർലഭ്യം വരുമ്പോഴാണ് ഉണ്ടാവും, ആ സ്കേഴ്സിറ്റി വരുമ്പോഴാണ് വസ്തുക്കൾ ഡിമാൻഡ് കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയും. നമ്മുടെ നാട്ടിലുള്ള മുഖ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഇപ്പോഴും ഈ കുടിച്ച് മതോന്മത്തരായ റോഡിൽ കിടന്ന് എത്രയോ കാര്യങ്ങൾ നിത്യേന എന്നുള്ള വാർത്തകൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വാസ്തവത്തിൽ ദൗർലഭ്യം കൂടിയിട്ടാണ് വരുന്നത്. വളരെ ജെന്റിലായിട്ട് ഇത് ഉപയോഗിക്കാൻ പഠിക്കുക, അതിനെ പഠിപ്പിക്കുക, ഉത്തരവാദിത്വ ബോധം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്ന് സർക്കാരിന് ഒരു നിലപാടെടുക്കാം. സർക്കാർ നയം രൂപീകരിക്കാം, കൃത്യമായി രൂപീകരിക്കാം, ആൾക്കാർക്ക് ബോധവാന്മാരാക്കാം. അതിന് പകരം സ്വാഭാവികമായിട്ടും ആ ഒരു കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വീണ്ടും ഇതിന്റെ പിന്നിൽ ഒരുപക്ഷെ ആൾക്കാരെ നശിപ്പിക്കലായിരിക്കില്ല ലക്ഷ്യം. ഇതിന്റെ പിന്നിലെ സത്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് ബാർക്കോഴയ്ക്കെതിരെയൊക്കെ എത്രയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ് ഇവർക്ക് സ്വാഭാവികമായിട്ടും സാമ്പത്തിക ലാഭം മാത്രമില്ലാത്തത്. ഇപ്പോൾ ഇറങ്ങിപ്പോകാൻ പോകുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ശരി, ഒരുപക്ഷെ മൂന്നാമത്തെ ടൈം കൂടി അവർ ലക്ഷ്യം ഇടുന്നുണ്ടായിരിക്കാം എന്നല്ല, വന്നുകൂടായികയുമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അവിടത്തേക്കൊക്കെ ഇത് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ മുൻകൂട്ടി നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഉറപ്പുകൾ ഒരുപക്ഷെ ഏറിലെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പുകളുടെ പൂർത്തീകരണമാണ് ഇന്നലത്തെ ഈ ഉത്തരവ് എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിലും ഒരു സാമ്പത്തിക വശമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകളായി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു മദ്യം ഉപയോഗിക്കുന്ന മാത്രമല്ല, ഇപ്പോഴും നമ്മുടെ ആൾക്കാർ മദ്യം ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കരുത്, മദ്യം വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്, ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് എന്ന് പറയുമ്പോഴും നമ്മളിൽ പലരും ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന വിപത്ത് ചില്ലറ വിപത്തായിരിക്കില്ല. ഞാൻ അവിടെ പറഞ്ഞു നിർത്തുന്നു. ഇതിനൊരു സാമൂഹ്യ വശമുണ്ട്. ആ സാമൂഹ്യ വശത്തിലുപരിയായി മദ്യം ഉപയോഗിക്കേണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഇതെങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, അത്തരം നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നതിന് പകരം ഈ വാർത്തകൾ ശരിയെങ്കിൽ മന്ത്രിസഭ പോലും അറിയാതെ ആണ് ഇത് ചെയ്തതെങ്കിൽ, പലപ്പോഴും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, പ്രസിഡൻസ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢ ഉദ്ദേശമുണ്ട്. ഇതിൻ്റെ സാമൂഹ്യ നന്മയല്ല, ലക്ഷ്യം പാവങ്ങളുടെ സർക്കാരാണ്, ഈ അതിദാരിദ്ര്യം നിർമ്മാർജ്ജന സർക്കാരാണ്. ഈ പാവപ്പെട്ടവെന്നുള്ള വാക്ക് മലയാളത്തിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞ സെക്രട്ടറിയാണുള്ളത്. ആ സെക്രട്ടറി വളരെ നിഷ്കളങ്കൽ നമ്മൾ ധരിച്ചിട്ട് കാര്യമില്ല. ആ സെക്രട്ടറിയുടെ കീഴിൽ ഈ പാർട്ടി വാസ്തവത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇതിനകത്ത് ഭരണകക്ഷിയായ പ്രബല കക്ഷിയായ പാർട്ടിക്ക് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഹിഡൻ അജണ്ട ഉണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഒരു കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിൻ്റെ സാമ്പത്തിക നന്മ മാത്രമാണ് ജനകീയ സർക്കാർ എന്നുള്ള പേരിൽ ഇവിടെ അരങ്ങേറുന്ന ഒരു സർക്കാർ ലക്ഷ്യമിടുന്നത്, അല്ലാതെ സാമൂഹ്യ നന്മ അല്ല.